അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതാണ്. സുഖത്തിനും സന്തോഷത്തിനും പടച്ച റബ്ബിനോട് ദുആ ചെയ്യാണ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് സൂറത്തുകളെക്കുറിച്ചും അദ്കാറുകളെക്കുറിച്ചും അതുപോലെ തന്നെ സ്വലാത്തുകളെക്കുറിച്ചൊക്കെ അറിയാലേ. അതുപോലെ തന്നെ വളരെ വലിയൊരു വജ്രായുധമുണ്ട്. വജ്രായുധം എന്ന് പറഞ്ഞാലും പോരാ. മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല ജിന്ന്, ഇൻസ്, പക്ഷിവർഗം എന്നിവയെ കീഴ്പ്പെടുത്താനായി അതിനുള്ള ഒരു മാധ്യമമായിട്ട് പടച്ച റബ്ബ് ഇറക്കിക്കൊടുത്ത ഒരു രക്ഷാ കവചം, അതിനുള്ള ഒരു മിഫ്താഹ്, താക്കോല്. ഈസാ നബി അലൈഹി ഇസ്ലാമിന് വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം എന്നിവ സുഖപ്പെടുത്താനും അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കാനും മുന്നോടിയായിട്ട് ഇറക്കിക്കൊടുത്ത ഒരു ചാവി, അതിനുള്ള ഒരു മിഫ്താഹ്, ഒരു കീ. അതുപോലെ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്കും ഉമ്മത്തിനും എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു വജ്രായുധമായിട്ട് ഇറക്കിക്കൊടുത്ത ഒന്ന് ഏതാണ് അറിയോ? ഇത്രയേറെ പവിത്രകൾ നിറഞ്ഞ, ഇത്രയേറെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു വാക്യം ഏതറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? വല്ലാത്ത കൂലിയാണ്, വല്ലാത്ത ഫലാണ്, വല്ലാത്ത ഖുവ്വത്താണ് ഈ ഒരു വാക്കിന്. വല്ലാത്ത ഒരു രക്ഷാ കവചമാണ്. ഒരാൾ ഉറങ്ങാനൊരുങ്ങുന്ന സമയത്ത്, അഥവാ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ 21 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ചൊല്ലിയാലേ ആ രാത്രിയിൽ ശൈത്വാൻ അല്ലെങ്കിൽ മോഷ്ടാവ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം ഇതൊന്നും ആ ആൾക്ക് ഉണ്ടാവില്ല എന്നാ. മനസ്സിലായല്ലോ? അതുപോലെ നമ്മൾ നല്ല ഒരു കാര്യം തുടങ്ങുക, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുതിയ വീടിലേക്ക് നമ്മൾ കുടിയിരിക്കുമ്പോൾ, പുതിയൊരു വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുതിയ മറ്റെന്തെങ്കിലും സംരംഭം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നമ്മൾ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ വല്ലാത്ത ബർക്കത്താണ്. നേരെ മറിച്ച് നമ്മൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിലോ അത് ബർക്കത്തില്ലാത്തൊരു കാര്യമായിട്ട് അത് മാറുകയും ചെയ്യുന്നതാണ്. അള്ളാഹു കാക്കട്ടെ. അതുപോലെ നമ്മുടെ അക്രമിയുടെ മുഖത്ത് നോക്കിയിട്ട് 50 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ചൊല്ലിയാൽ പടച്ച റബ്ബ് അവനെ കീഴ്പ്പെടുത്തുന്നതാണ്. നമുക്കെതിരെ സിഹർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവൻ ആ സിഹറിൽ നിന്നും നമ്മളിൽ നിന്ന് അള്ളാഹു അകറ്റും, അതിൽ നിന്ന് കീഴ്പ്പെടുത്തും. നമുക്കെതിരെ കണ്ണേറ് വെക്കുന്ന ആളാണെങ്കിലോ അതിൽ നിന്ന് അവന് മാറും. ഇങ്ങനെ പടച്ച റബ്ബ് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ്. അതുപോലെ വേദന അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലേ, പല രീതിയിലുള്ള വേദനകൾ. തലവേദനയുള്ളവരുണ്ട്, അതുപോലെ കാലുവേദന, വയറുവേദന, ചെവി വേദന, കണ്ണുവേദന, കൈകാലുകൾ വേദന, ഇങ്ങനെ പല രീതികളിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് വയറുവേദന അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ. ഏത് വേദനയോ ആയിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ, 100 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഇങ്ങനെ 3 ദിവസം ഒരാൾ തുടർന്ന് കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ശമനം ഉണ്ടാകും എന്നതിൽ യാതൊരു ഡൗട്ടും വേണ്ട. മനസ്സിലായെന്ന് വിശ്വസിക്കാണ്. പടച്ച റബ്ബിൻ്റെ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യാണ്. ഖുർആനിലെ എല്ലാ രഹസ്യങ്ങളും ഫാത്തിഹയിലുണ്ട്. ഫാത്തിഹയിലെ എല്ലാ രഹസ്യങ്ങളും ബിസ്മിയിലുണ്ട്. ആ ബിസ്മിയിലെ എല്ലാ രഹസ്യങ്ങളും ബിസ്മിയിലെ ബായിലുണ്ട്. ഇങ്ങനെയൊക്കെ മഹാന്മാർ പറഞ്ഞത് നമുക്കറിയാലേ. കമാ ഖാൽ. എന്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രഹസ്യ പൊരുളുകൾ നിക്ഷേപിച്ച ഒരു വാക്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജീവിതത്തിൽ നമ്മുടെ ഇത് പതിവാക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കും എന്നതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ആഗ്രഹങ്ങൾ നടക്കാനും, കടങ്ങൾ വീടാനും, രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാനും, ഇങ്ങനെ എന്തും ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.